അധ്യായം 35. ഫാത്വർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 45. ഫാത്വർ എന്നാൽ സ്രഷ്ടാവ് എന്നാണ് ഭാഷാർത്ഥം. ഒന്നാം സൂക്തത്തിലാണ് ഫാത്വർ എന്ന പദമുള്ളത്. പ്രസ്തുത പദമുള്ള അധ്യായമെന്നേ പേരുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ മധ്യഘട്ടത്തിൽ എതിരാളികളുടെ ആക്രമണം രൂക്ഷമായ സന്ദർഭത്തിലാണ് അവതീർണമായത്. ഇക്കാലത്തെ പ്രബോധനത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളാണ് ഇതിലെ ഉള്ളടക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവസ്തുതിയും അല്ലാഹുവിന്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. 2, 3, 4 ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരായി നിയോഗിച്ചവനും. സൃഷ്ടിയിൽ താൻ ഇച്ഛിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. അല്ലാഹു മനുഷ്യർക്ക് അനുഗ്രഹത്തിന്റെ വല്ല കവാടവും തുറന്നു കൊടുക്കുകയാണെങ്കിൽ അത് തടയാൻ ആർക്കും സാധ്യമല്ല. അവൻ എന്തെങ്കിലും തടഞ്ഞു വെക്കുകയാണെങ്കിൽ അത് വിട്ടുകൊടുക്കാനും ആർക്കുമാവില്ല. അവൻ പ്രതാപിയും യുക്തിമാനുമാണ്. മനുഷ്യരെ, അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം നൽകുന്ന അല്ലാഹുവല്ലാത്ത വല്ല സ്രഷ്ടാവുമുണ്ടോ? അവനല്ലാതെ ദൈവമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്? അവർ നിന്നെ തള്ളിപ്പറയുന്നുവെങ്കിൽ അറിയുക, നിനക്ക് മുമ്പും ധാരാളം ദൈവദൂതന്മാരെ കള്ളമാക്കി തള്ളിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുക അല്ലാഹുവിങ്കലേക്കാണ്. മനുഷ്യരെ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അതിനാൽ ഇഹലോക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. പെരുംവഞ്ചകനായ ചെകുത്താനും അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. തീർച്ചയായും ചെകുത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണുക. അവൻ തന്റെ സംഘത്തെ ക്ഷണിക്കുന്നത് അവരെ നരകാവകാശികളാക്കി തീർക്കാനാണ്. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. എന്നാൽ തന്റെ ചീത്തപ്രവൃത്തി ചേതോഹരമായി തോന്നുകയും അങ്ങനെ അത് നന്മയായി കാണുകയും ചെയ്തവന്റെ സ്ഥിതിയോ? സംശയമില്ല, അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലുമാക്കുന്നു. അതിനാൽ അവരെക്കുറിച്ചോർത്ത് കൊടും ദുഃഖത്താൽ നീ നിന്റെ ജീവൻ കളയേണ്ടതില്ല. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹു. കാറ്റുകളെ അയച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ അത് മേഘത്തെ തള്ളി നീക്കുന്നു. പിന്നീട് നാം അതിനെ മൃതമായ നാട്ടിലേക്ക് നയിക്കുന്നു. അതുവഴി നാം ഭൂമിയെ അതിന്റെ നിർജീവാവസ്ഥയ്ക്കു ശേഷം ജീവനുള്ളതാക്കുന്നു. അவ்விധം തന്നെയാണ് ഉയിർത്തെഴുന്നേൽപ്പും. ആരെങ്കിലും അന്തസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിയുക, അന്തസ്സൊക്കെയും അല്ലാഹുവിന്റെ അധീനതയിലാണ്. നല്ല വാക്കുകൾ കയറിപ്പോകുന്നത് അവങ്കലേക്കാണ്. സൽപ്രവൃത്തികളെ അവൻ സമുന്നതമാക്കുന്നു. എന്നാൽ കുടിലമായ കുതന്ത്രങ്ങൾ കാണിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ട്. അവരുടെ കുതന്ത്രം തകരുക തന്നെ ചെയ്യും. അല്ലാഹു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ ബീജഗണത്തിൽ നിന്നും. അതിനുശേഷം അവൻ നിങ്ങളെ ഇണകളാക്കി. അവന്റെ അറിവോടെയല്ലാതെ ഒരു സ്ത്രീയും ഗർഭം ചുമക്കുന്നില്ല, പ്രസവിക്കുന്നുമില്ല. ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ ഒരു വൃദ്ധനും ആയുസ് നീട്ടിക്കൊടുക്കുന്നില്ല. ആരുടെയും ആയുസ്സിൽ കുറവ് വരുത്തുന്നുമില്ല. അല്ലാഹുവിന് ഇതൊക്കെയും വളരെ എളുപ്പമാണ്. 2 ജലാശയങ്ങൾ, അവയൊരിക്കലും ഒരേപോലെയല്ല. ഒന്ന് ശുദ്ധവും ദാഹമകറ്റുന്നതും കുടിക്കാൻ രുചികരവുമാണ്. മറ്റൊന്ന് ചവർപ്പുള്ള ഉപ്പുവെള്ളവും. എന്നാൽ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് തിന്നാൻ പുതുമാംസം ലഭിക്കുന്നു. നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങളും നിങ്ങൾ അവയിൽ നിന്ന് പുറത്തെടുക്കുന്നു. അവ പിളർന്ന് കപ്പലുകൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിലൂടെ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹം തേടാനാണത്. നിങ്ങൾ നന്ദിയുള്ളവരാകാനും
അവൻ രാവിനെ പകലിൽ കടത്തിവിടുന്നു, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നു. സൂര്യചന്ദ്രന്മാർ അവന്റെ അധീനതയിലാണ്. അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചരിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള അല്ലാഹുവാണ് നിങ്ങളുടെ നാഥൻ. ആധിപത്യം അവന്റേതു മാത്രമാണ്. അവനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുക പോലുമില്ല. അഥവാ കേട്ടാലും നിങ്ങൾക്ക് ഉത്തരമേകാൻ അവർക്കാവില്ല. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കും. അല്ലാഹുവല്ലാതെ ഇങ്ങനെ സൂക്ഷ്മജ്ഞാനിയെപ്പോലെ നിങ്ങൾക്ക് ഇത്തരം വിവരം തരുന്ന ആരുമില്ല. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതരാണ്. അല്ലാഹുവോ സ്വയം പര്യാപ്തനും സ്തുത്യർഹനും. അവനിച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ തൂത്തുമാറ്റി പകരം പുതിയൊരു സൃഷ്ടിയെ അവൻ കൊണ്ടുവരും. അത് അല്ലാഹുവിന് ഒട്ടും പ്രയാസകരമല്ല. പാപഭാരം പേറുന്ന ആരും അപരന്റെ ഭാരം വഹിക്കുകയില്ല. ഭാരത്താൽ ഞെരുങ്ങുന്നവൻ തന്റെ ചുമട് വഹിക്കാൻ ആരെയെങ്കിലും വിളിച്ചാൽ അതിൽ നിന്ന് ഒന്നും തന്നെ ആരും ഏറ്റെടുക്കുകയില്ല. അതാവശ്യപ്പെടുന്നത് അടുത്ത ബന്ധുവായാൽ പോലും. നിന്റെ മുന്നറിയിപ്പ് ഉപകരിക്കുക തങ്ങളുടെ നാഥനെ നേരിൽ കാണാതെ തന്നെ ഭയപ്പെടുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. വല്ലവനും വിശുദ്ധി വരിക്കുന്നുവെങ്കിൽ അത് തന്റെ സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെയാണ്. എല്ലാവരുടെയും മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. കാഴ്ചയുള്ളവനും ഇല്ലാത്തവനും തുല്യരല്ല. ഇരുളും വെളിച്ചവും സമമല്ല. തണലും വെയിലും ഒരുപോലെയല്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാവുകയില്ല. തീർച്ചയായും അല്ലാഹു അവനിച്ഛിക്കുന്നവരെ കേൾപ്പിക്കുന്നു. കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ നിനക്കാവില്ല. നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രം. നാം നിന്നെ അയച്ചത് സത്യസന്ദേശവുമായാണ്. ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായാണ്. മുന്നറിയിപ്പുകാരൻ വന്നുപോകാത്ത ഒരു സമുദായവും ഇല്ല. ഈ ജനം നിന്നെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവർക്ക് മുമ്പുള്ളവരും അவ்விധം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളും പ്രമാണങ്ങളും വെളിച്ചം നൽകുന്ന വേദപുസ്തകവുമായി അവർക്കുള്ള ദൂതന്മാർ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സത്യത്തെ തള്ളിപ്പറഞ്ഞവരെ നാം പിടികൂടി. അപ്പോഴെന്റെ ശിക്ഷ എவ்விധമായിരുന്നു. അല്ലാഹു മാനത്തുനിന്ന് മഴ പെയ്യിച്ചത് നീ കാണുന്നില്ലേ? അതുവഴി നാനാ നിറമുള്ള പലയിനം പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുന്നു. പർവ്വതങ്ങളിലുമുണ്ട് വെളുത്തതും ചുവന്നതുമായ വ്യത്യസ്ത വർണ്ണമുള്ള വഴികൾ, കറുത്തിരുണ്ടതുമുണ്ട്. മനുഷ്യരിലും മൃഗങ്ങളിലും കന്നുകാലികളിലും വ്യത്യസ്ത വർണ്ണമുള്ളവയുണ്ട്. തീർച്ചയായും ദൈവദാസന്മാരിൽ അവനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്. സംശയമില്ല, അല്ലാഹു പ്രതാപിയാണ്, ഏറെ പൊറുക്കുന്നവനും. ദൈവിക ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും നഷ്ടം പറ്റാത്ത കച്ചവടം കൊതിക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം പൂർണ്ണമായും നൽകാനാണിത്, തന്റെ അനുഗ്രഹത്തിൽ നിന്ന് കൂടുതലായി കൊടുക്കാനും. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്, വളരെ നന്ദിയുള്ളവനും. നാം നിനക്ക് ബോധനമായി നൽകിയ വേദപുസ്തകം സത്യമാണ്, അതിനു മുമ്പുള്ള വേദങ്ങളെ ശരിവെക്കുന്നതും. നിശ്ചയം അല്ലാഹു തന്റെ ദാസന്മാരെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം കാണുന്നവനുമാണ്. പിന്നീട് നമ്മുടെ ദാസന്മാരിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തവരെ നാം ഈ വേദപുസ്തകത്തിന്റെ അവകാശികളാക്കി. അവരിൽ തങ്ങളോട് തന്നെ അതിക്രമം കാട്ടുന്നവരുണ്ട്, മധ്യനിലപാട് പുലർത്തുന്നവരുണ്ട്, ദൈവഹിതത്തിനൊത്ത് നന്മകളിൽ മുന്നേറുന്നവരും അവരിലുണ്ട്. ഇതുതന്നെയാണ് അതിമഹത്തായ അനുഗ്രഹം. അവർ നിത്യജീവിതത്തിനുള്ള സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിക്കും.
അവരവിടെ സ്വർണവളകളും മുത്തും അണിയിക്കപ്പെടും. അവിടെ അവർ ധരിക്കുക പട്ടുവസ്ത്രമായിരിക്കും. അവർ പറയും, ഞങ്ങളിൽ നിന്ന് ദുഃഖമകറ്റിയ അല്ലാഹുവിന് സ്തുതി. ഞങ്ങളുടെ നാഥൻ ഏറെ പൊറുക്കുന്നവനാണ്, വളരെ നന്ദിയുള്ളവനും. തന്റെ അനുഗ്രഹത്താൽ നമ്മെ നിത്യവാസത്തിനുള്ള വസതിയിൽ കുടിയിരുത്തിയവനാണവൻ. ഇവിടെ ഇനി നമ്മെ ഒരുവിധ പ്രയാസവും ബാധിക്കുകയില്ല. നേരിയ ക്ഷീണം പോലും നമ്മെ സ്പർശിക്കില്ല. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്കുള്ളതാണ് നരകത്തീ. അവർക്കവിടെ മരണമില്ല. അതുണ്ടായിരുന്നെങ്കിൽ മരിച്ചു രക്ഷപ്പെടാമായിരുന്നു. നരകശിക്ഷയിൽ നിന്ന് അവർക്കൊട്ടും ഇളവ് കിട്ടുകയില്ല. അവ്വിധമാണ് നാം എല്ലാ നന്ദികെട്ടവർക്കും പ്രതിഫലം നൽകുന്നത്. അവരവിടെ വെച്ച് ഇങ്ങനെ അലമുറയിടും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെയൊന്ന് പുറത്തയക്കണമേ. ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊള്ളാം. അല്ലാഹു പറയും, പാഠം ഉൾക്കൊള്ളുന്നവർക്ക് അതുൾക്കൊള്ളാൻ മാത്രം നാം ആയുസ് നൽകിയിരുന്നില്ലേ? നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിട്ടുമുണ്ടായിരുന്നില്ലേ? അതിനാൽ ഇനി അനുഭവിച്ചുകൊള്ളുക. അക്രമികൾക്കിവിടെ സഹായിയായി ആരുമില്ല. തീർച്ചയായും അല്ലാഹു ആകാശഭൂമികളിൽ ഒളിഞ്ഞുകിടക്കുന്നവയൊക്കെയും അറിയുന്നവനാണ്. സംശയമില്ല, മനസ്സുകൾ ഒളിപ്പിച്ചു വെക്കുന്നതെല്ലാം നന്നായി അറിയുന്നവനാണവൻ. നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയത് അവനാണ്. ആരെങ്കിലും അവിശ്വസിക്കുന്നുവെങ്കിൽ ആ അവിശ്വാസത്തിന്റെ ദോഷം അവന് തന്നെയാണ്. സത്യനിഷേധികൾക്ക് അവരുടെ സത്യനിഷേധം തങ്ങളുടെ നാഥന്റെ അടുത്ത് അവന്റെ കോപമല്ലാതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അവരുടെ സത്യനിഷേധം നഷ്ടമല്ലാതൊന്നും പെരുപ്പിക്കുകയില്ല. പറയുക, അല്ലാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പങ്കാളികളെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ എന്താണ് അവർ സൃഷ്ടിച്ചതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരൂ. അല്ലെങ്കിൽ ആകാശങ്ങളിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? അതല്ലെങ്കിൽ നാം അവർക്കെന്തെങ്കിലും പ്രമാണം നൽകിയിട്ടുണ്ടോ? അതിൽ നിന്നുള്ള തെളിവനുസരിച്ചാണോ അവർ നിലകൊള്ളുന്നത്? എന്നാൽ അതൊന്നുമല്ല. അക്രമികൾ അന്യോന്യം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും വഞ്ചന മാത്രമാണ്. അല്ലാഹു ആകാശഭൂമികളെ നീങ്ങിപ്പോകാതെ പിടിച്ചു നിർത്തുന്നു. അഥവാ അവ നീങ്ങിപ്പോവുകയാണെങ്കിൽ അവനൊഴികെ അവയെ പിടിച്ചു നിർത്തുന്ന ആരുമില്ല. അവൻ സഹനശാലിയും ഏറെ പൊറുക്കുന്നവനുമാണ്. ബഹുദൈവ വിശ്വാസികൾ തങ്ങൾക്കാവും വിധം അല്ലാഹു പേരിൽ ആണയിട്ട് പറഞ്ഞു, തങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നെത്തിയാൽ തങ്ങൾ മറ്റേതു സമുദായത്തെക്കാളും സന്മാർഗം സ്വീകരിക്കുന്നവരാകുമെന്ന്. എന്നാൽ മുന്നറിയിപ്പുകാരൻ അവരുടെ അടുത്തു ചെന്നപ്പോൾ അത് അവരിൽ വെറുപ്പ് മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ. അവർ ഭൂമിയിൽ അഹങ്കരിച്ചു നടന്നതിനാലാണിത്. ഹീനതന്ത്രങ്ങളിലേർപ്പെട്ടതിനാലും. കുടിലതന്ത്രം അത് പയറ്റുന്നവരെ തന്നെയാണ് ബാധിക്കുക. അതിനാൽ മുൻഗാമികളുടെ കാര്യത്തിലുണ്ടായ ദുരന്താനുഭവങ്ങളല്ലാതെ മറ്റെന്താണ് അവർക്ക് കാത്തിരിക്കാനുള്ളത്? അല്ലാഹുവിന്റെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും നിനക്ക് കാണാനാവില്ല. അല്ലാഹുവിന്റെ നടപടിക്രമത്തിൽ വ്യത്യാസം വരുത്തുന്ന ഒന്നും നിനക്ക് കണ്ടെത്താനാവില്ല. ഇക്കൂട്ടർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തങ്ങളുടെ പൂർവികരുടെ പര്യവസാനം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുന്നില്ലേ? അവർ ഇവരെക്കാൾ എത്രയോ കരുത്തരായിരുന്നു. അറിയുക, അല്ലാഹുവെ തോൽപ്പിക്കുന്ന ഒന്നുമില്ല. ആകാശത്തുമില്ല, ഭൂമിയിലുമില്ല. തീർച്ചയായും അവൻ സകലം അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും. അല്ലാഹു മനുഷ്യരെ അവർ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തുവേയും അവൻ ബാക്കി വെക്കുമായിരുന്നില്ല. എന്നാൽ ഒരു നിശ്ചിത അവധി വരെ അവനവർക്ക് അവസരം നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെ അവരുടെ കാലാവധി വന്നെത്തിയാൽ തീർച്ചയായും അല്ലാഹു തന്റെ ദാസന്മാരെ കണ്ടറിയുന്നതാണ്.